വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്ന് പോയല്ലേ. പണ്ടത്തെ കാര്യം ആലോചിക്കുമ്പോ ചിരി വരുന്നു. 1100 മാർക്ക്. എനിക്ക് ഒരു 1190 മാർക്കേ ഉള്ളൂ. വീട്ടിൽ പോയ സീൻ ആവും. ശരിയാണല്ലേ, അവ എവിടെ? അവ ഇപ്പൊ വരുമായിരിക്കും. നിന്റെ എഞ്ചിനീയറിംഗ് പരിപാടി എന്തായി? അടുത്ത് നീ എങ്ങനെയെങ്കിലും എഞ്ചിനീയറിംഗ് കയറണം. ഞാൻ MBBS എടുക്കാന്ന് വിചാരിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കാം. ജോലി കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്ത് ഒരു ഡിഗ്രി എങ്കിലും എടുത്ത്. അവ എന്തായോ എന്തോ. നിങ്ങളെല്ലാം എഞ്ചിനീയറിംഗ് ട്രൈ ചെയ്ത സമയത്ത് ഞാൻ ട്രാൻസ്സോഴ്സിൽ ജോയിൻ ചെയ്തായിരുന്നു. ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകൾ. ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ സ്കില്ലിംഗ് പ്രോഗ്രാം ഉണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ ശേഷവും റെപ്യൂട്ടഡ് ഹോസ്പിറ്റലുകളിൽ ഗ്യാരണ്ടി ഇന്റേൺഷിപ്പ് നൽകുന്നു. സയൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണമെന്നില്ല. റീസണബിൾ ഫീയും EMI ആയിട്ട് ഫീ അടയ്ക്കേണ്ട സൗകര്യങ്ങളുണ്ട്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഫണ്ടഡ് ട്രെയിനിങ് പാർട്ട്നേഴ്സ് ആണ് ട്രാൻസ്സോഴ്സ്. പിന്നെ ട്രാൻസ്സോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ +2 ഡിഗ്രി മാത്രം മതി. അങ്ങനെയാണ് ഞാൻ ഈ സെറ്റപ്പിലൊക്കെ ആയത്. ഞങ്ങൾക്ക് ഇനി ചേരാൻ പറ്റുമോ? ആലോചിക്കട്ടെ.